മുണ്ടക്കൈയിൽ മണ്ണിനടിയിൽ നിന്ന് ജീവന്റെ തുടിപ്പ് അതിന്റെ സൂചന കിട്ടിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ജീവൻ കൂടിയെങ്കിലും രക്ഷിച്ചെടുക്കുവാൻ കഴിയുമോ എന്നുള്ള അവസാനവട്ട ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ദൗത്യ സംഘം. ഇടയ്ക്ക് വെച്ച് തെരച്ചിൽ അവസാനിപ്പിച്ച് പോകാൻ തുടങ്ങിയതാണ്. പക്ഷേ അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം കിട്ടി. രാത്രിയും തെരച്ചിൽ തുടരുക എന്ന നിർദ്ദേശമാണ് കിട്ടിയത്. ഇതിനു വേണ്ടിയുള്ള ഫ്ലഡ് ലൈറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ മുണ്ടക്കൈയിൽ നടക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയാണ് ഇങ്ങനെ ചില സൂചനകൾ കിട്ടിയത്. അത് ഡീപ്പ് പെനിട്രേഷൻ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ശ്വാസത്തിന്റെ സിഗ്നൽ കിട്ടിയത്. ജീവനുള്ള ഒരു വസ്തു കുടുങ്ങിക്കിടപ്പുണ്ട് മണ്ണിനടിയിൽ. മുണ്ടക്കൈയിൽ 3-4 വീടുകൾ, തകർന്ന 3-4 വീടുകളുടെ ഇടയിലായിട്ടായിരുന്നു ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയത്. അതൊന്നല്ല, ഒന്നിലേറെ തവണ ഈ സിഗ്നൽ കിട്ടുകയും ചെയ്തു. അതിനാൽ തന്നെയാണ് മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടത്തിയത്, ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത്. പക്ഷേ എങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി ഒരു 6:30 മണി കഴിഞ്ഞപ്പോഴാണ് തെരച്ചിൽ വേണ്ട എന്ന് വെച്ച് മടങ്ങുവാൻ തുടങ്ങിയത്. അത് ചിലപ്പോൾ മറ്റേതെങ്കിലും ജീവികളുടേതാണോ എന്നുള്ള സംശയം പോലും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് രാത്രിയും തെരച്ചിൽ തുടരുവാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന. അല്പസമയത്തിനകം തെരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്യും. MS അനീഷ് കുമാർ മുണ്ടക്കൈയിൽ നിന്ന് ഈ സ്പോട്ടിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അനീഷ്, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? രാത്രി തെരച്ചിൽ തുടരുവാനുള്ള നിർദ്ദേശം കിട്ടിയതിന് ശേഷം വീണ്ടും ഹിറ്റാച്ചികൾ സ്ഥലത്തെ കൊണ്ടുവരികയും NDRF സംഘവും മടങ്ങിയെത്തുകയും ചെയ്തിട്ടുണ്ടോ? എന്താണ് അപ്ഡേറ്റ്? റേഞ്ചിൽ പ്രശ്നമുണ്ട്. അനീഷ്, കേൾക്കാമോ? റേഞ്ചിൽ പ്രശ്നമുള്ള സ്ഥലമാണ്. പല സമയവും കോൾ കട്ടായി പോകുന്നുണ്ടായിരുന്നു. അനീഷിലേക്ക് വരാം. ഏറ്റവും പുതിയ കാര്യം ഇതാണ്, ശ്വാസത്തിന്റെ സിഗ്നൽ കിട്ടിയിരുന്നു. അത് DPR സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിലായിരുന്നു. ഇപ്പോൾ മുൻ കരസേന ഓഫീസർ കൂടിയായ ബ്രിഗേഡിയർ മോഹനൻ പിള്ളയുണ്ട്. തത്സമയം അദ്ദേഹം ചേരുകയാണ്. ശ്രീ മോഹനൻ പിള്ള, 3 മണി മുതൽ ഈ ഒരു വിഷ്വൽ, ഈ കാര്യങ്ങൾ, ഈ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ജീവന്റെ ഒരു തുടിപ്പാണല്ലോ മണ്ണിനടിയിൽ, രക്ഷിച്ചെടുക്കാൻ കഴിയുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഈ സംവിധാനം ഉപയോഗിച്ച് എത്രമാത്രം കാര്യക്ഷമതയോടുകൂടി തന്നെ ഈ ഡീപ് പെനിട്രേഷൻ റഡാർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും അത് ഒരു മനുഷ്യ ജീവനാണ് എന്ന് ഉറപ്പിക്കുവാൻ കഴിയും? താങ്കളുടെ ഒരു പരിചയത്തിൽ നിന്ന് താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? മനുഷ്യ ഇതിനകത്ത് ബേസിക്കലി എർത്ത് അഫക്റ്റഡ് ഏരിയാസിലും ഇതുപോലെയുള്ള ലാൻഡ് സൈഡ് ഉള്ളിടത്തും ഈ തെർമൽ ഇമേജ് ഒന്ന് അതായത് ബേസിക്കലി ഈ എന്താ പറയുക, ടെമ്പറേച്ചർ, ഹീറ്റ് വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. എസ്പെഷ്യലി അത് ആനിമൽസിനെയും ഹ്യൂമൻ ബീയിങ്സിനെയും ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അക്വാസ്റ്റിക് സെൻസേഴ്സാണ് അത് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് സൗണ്ട്, നമ്മൾ എന്തെങ്കിലും മൂവ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ സെസ്മിക് ആയിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്, അതായത് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറാണ്, GPR എന്ന് പറയും. അത് യു മേ ബി കോൾ ഇറ്റ് ആസ് എ ഡീപ്പ് പെനിട്രേറ്റിംഗ് ആസ് വെൽ, ബട്ട് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് എന്നാണ് ഇതിന് ബേസിക്കലി എഞ്ചിനീയേഴ്സിൽ പറയുന്നത്. ഇത് റീസെൻ്റായിട്ട് കുറേ ലേറ്റസ്റ്റ് മെത്തഡോളജി കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ ബേസിക്കലി ബംഗാൾ എഞ്ചിനീയർ ഗ്രൂപ്പ് BG എന്ന് പറഞ്ഞ റുഡ്ക്കിയിലൊരു ഓഫീസർ ഉണ്ടായിരുന്നു. ആ ഓഫീസറുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ എനിക്ക് കിട്ടിയത്. ഞങ്ങളുടെ സമയത്ത് അത്രയും ഇതായിട്ടുള്ളതല്ല ഇത് വന്നിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ ഇന്റലിജന്റ് ബറിയൽ ഡിറ്റക്ടിങ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ ഉണ്ട്, IBOD എന്ന് പറയുന്നത്. അത് നമ്മുടെ ഷിരൂർ ഒക്കെ ഉപയോഗിച്ചതാണ് ജനറൽ നമ്പ്യാർ സാറ്. അപ്പം ആ ഒരു മെഷീനറി ഇപ്പോൾ പുതിയതായിട്ടുള്ള രീതിയിലാണ്. ഇതിലെന്തെങ്കിലും ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോസിബിലിറ്റീസ് ഹൈ ആണ്. പോസിബിലിറ്റീസ് ഹൈ എന്ന് പറഞ്ഞാൽ ഞാനത് ഐ വാസ് ജസ്റ്റ് വണ്ടറിങ്, ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടി എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ എനിക്കത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഒരു ബ്രേക്ക് എടുത്തത്, അല്ലെങ്കിൽ ഇന്ന് വേണ്ട, നോർമലായിട്ട് നാളെ മതി, അല്ലെങ്കിൽ പിന്നീട് എന്നുള്ള അതൊരിക്കലും അതല്ല. നമ്മളുടെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്തുകൊണ്ട് അവർ ബ്രേക്ക് എടുത്തു, ഇനിയിപ്പോൾ തെരച്ചിൽ നിർത്തി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് വന്നുവെന്ന്. അത് മാത്രമല്ല, രണ്ടാമതും അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയതിനു ശേഷം, അതായത് ആ ഓഫീസർ പറയുന്നുണ്ടായിരുന്നു 2 തരത്തിലുള്ള കളർ സിഗ്നലുകളാണ് വരുന്നത്. ബ്ലൂ സിഗ്നലും വരും, റെഡ് സിഗ്നലും വരും. ബ്ലൂ സിഗ്നൽ ആണെങ്കിൽ അത് ശ്വസനത്തിന്റെ സിഗ്നൽ തന്നെയാണ്. ഒരു ജീവി
മണ്ണിനടിയിൽ നിന്ന് ശ്വസിക്കുന്നുണ്ട് എന്നതിന്റെ സിഗ്നലാണ് ബ്ലൂ കളറിൽ വരുന്നത്. അത് റെഡ് ആണ് എങ്കിൽ അതൊരു മൂവ്മെന്റിന്റെയാണ്, അവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്, ഒരു ചലനം ഉണ്ടാകുന്നുണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് ഒന്നല്ല, ഒന്നിലേറെ തവണ അവസാനം 6:30 അവസാനത്തെ പരിശോധനയുടെ റിപ്പോർട്ട് അദ്ദേഹം പറയുമ്പോഴും ഉണ്ടായിരുന്നു. അതേ സ്പോട്ടിൽ തന്നെ, അതേ സ്ഥാനത്ത് തന്നെ. അത് ഈ കാണുന്ന കലുങ്കിന്റെ ഭാഗത്തല്ല, കലുങ്കിന്റെ ഭാഗത്ത് മറ്റൊരു രീതിയിലുള്ള പരിശോധനയാണ് നടന്നത്. അതല്ലാതെ ഒരു 3-4 വീടുകൾ അവിടെ തകർന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു വീടിന്റെ അടുക്കളയ്ക്കും മറ്റൊരു വീടിന്റെ ചുവരിനും ഇടയ്ക്കുള്ള ഭാഗത്ത്, അവിടെയാണ് സിഗ്നലിന്റെ എക്സാക്ട് പോയിന്റ് എന്ന് ആ ഉദ്യോഗസ്ഥൻ, ആ ഓഫീസർ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതേ സിഗ്നൽ അവസാനവും കിട്ടിയെന്ന്. ഇപ്പോൾ MS അനീഷ് കുമാർ സ്പോട്ടിൽ നിന്ന് ചേരുകയാണ്. അനീഷ്, നേരത്തെ ദൗത്യസംഘം തിരികെ പോയിരുന്നു, യന്ത്രങ്ങളും അവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇപ്പോൾ എന്താണ് സ്ഥലത്ത് കാണാൻ കഴിയുന്നത്? മഞ്ജു, യന്ത്ര സംവിധാനങ്ങൾ പൂർണ്ണമായും മാറ്റുകയും ആർമിയുടെ ഉദ്യോഗസ്ഥരൊക്കെ മടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടാകുകയും ജില്ലാ കളക്ടർ ഈ റഡാർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുകയും ചെയ്ത് അവർ തന്നെയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുകയും ചെയ്ത് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാനാണ് ഡയറക്ഷൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ ഈ സ്ഥലത്ത് നിന്നും പോയ 2 സൈനിക ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഇപ്പോൾ മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ സന്നാഹങ്ങളുമായി മടങ്ങിപ്പോയ മറ്റുദ്യോഗസ്ഥർ മടങ്ങി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ കലുങ്ക് കേന്ദ്ര ബിന്ദുവാക്കിയാണ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കലുങ്ക് പൊളിച്ച് ആ ഭാഗം തകർത്ത് പരിശോധിക്കുക എന്ന ഒരു രീതിയിലേക്ക് തന്നെ തെരച്ചിൽ നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ സന്നാഹങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ ഒരുങ്ങുക തന്നെ ചെയ്യും. അതിന് സമയം എടുക്കുമെന്നാണ്. ഇനിയിപ്പോൾ ഫ്ലഡ് ലൈറ്റ് കൊണ്ടുവരണമില്ലേ? അനീഷ്, ഒരു കാര്യം കൂടി, ഈ അവസാനം ഇപ്പോൾ ശ്രീ മോഹനപിള്ള സാറും അതിൽ ഇങ്ങനെ ഒരു ഞെട്ടൽ പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തെരച്ചിൽ അവസാനിപ്പിക്കുവാനുള്ള ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തത്? അവിടെ അവസാനവും സിഗ്നൽ തന്നെയാണല്ലോ കിട്ടിയത്, അത് ശ്വാസത്തിന്റെ സിഗ്നലാണ് എന്ന് ആവർത്തിച്ച ഓഫീസർ പറയുന്നുണ്ടായിരുന്നു. ഈ GPR പ്രവർത്തിപ്പിച്ച ഓഫീസർ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നിർത്തി വി ആർ സ്റ്റോപ്പിംഗ് ദ മിഷൻ ടുഡേ എന്ന് പറയുവാനുള്ള കാരണം എന്തായിരുന്നു? അതിനൊരു കൃത്യമായ വിശദീകരണം ആർമിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കാരണം അവർ മുകളിലത്തെ ഭാഗം പൂർണ്ണമായും കുഴിച്ചു നോക്കി, തുടർന്ന് കലുങ്ങിന്റെ ഭാഗവും നോക്കി. ഈ 2 സ്ഥലത്തു നിന്നും യാതൊരു ജീവനുള്ള സാമഗ്രികളും അല്ലെങ്കിൽ മരിച്ച സാമഗ്രികളും ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം, ജീവികളടക്കം ഒന്നിനും ലഭിക്കാത്ത സാഹചര്യം. ഒരുപക്ഷെ ഈ അംഫിബിയൻസ് ആയ ഉഭയജീവികൾ, ഈ തവള പോലെ വാൽമാക്രി പോലെയൊക്കെയുള്ള ഈ ചെളിയിൽ ജീവിക്കുന്ന ചില ജീവികളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പം അത്തരത്തിലൊരു സാന്നിധ്യമാവുമോ ഇതിന് പിന്നിലെന്ന് കരുതിയാവാം ഒരുപക്ഷെ ഈ ദൗത്യം ഉപേക്ഷിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനൊരു വിശദീകരണം ദൗത്യ സംഘത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. ഇവർ പോയ വിവരം നമ്മൾ വാർത്തയായി വിട്ടതിനൊക്കെ തൊട്ട് പിന്നാലെ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടലുണ്ടായി. എല്ലാവരെയും വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണിത്. കാരണം ഈ മണ്ണിനടിയിലുള്ളത് എന്താണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഇനി ഒരു തവളയാണെങ്കിൽ പോലും ആ തവളയെ പുറത്തെടുത്ത് കഴിയുമ്പോൾ അതൊരു തവളയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു മൃഗമോ മനുഷ്യനോ ഏതെങ്കിലും തരത്തിലുള്ള ജീവനാണെങ്കിൽ പിന്നീട് ഒരു വലിയ പാപബോധം സൃഷ്ടിക്കുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ട് ആ ആശങ്ക ദൂരീകരിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു പ്രധാന കർമ്മ പദ്ധതിയെ തന്നെ അധികൃതർ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായാണ് സുനിൽകുമാർ എന്നയാൾ, ആ വീട്ടിലെ സുനിൽകുമാർ എന്നയാൾ, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് ആരെയൊക്കെയാണ് കാണാതായിട്ടുള്ളത് എന്ന്. അദ്ദേഹത്തിന്റെ അമ്മയെ അവിടെ നിന്ന് കാണാതായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചേട്ടനെ കാണാതായിട്ടുണ്ട്, വല്യമ്മയെ കാണാതായിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹായം പൂർണ്ണമായും തേടിക്കൊണ്ടാണല്ലോ ദൗത്യസംഘം അത്ര കാര്യക്ഷമതയോടുകൂടി തന്നെ 2 മണിക്കൂർ സമയം ആ വീടിന്റെ ആ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് പരിശോധന നടത്തിയത്. അതിന്റെ ഒരു റിസൾട്ട് എന്ന രീതിയിൽ എന്താണ് ദൗത്യസംഘം അറിയിച്ചിരുന്നത്? ഇവിടെ അങ്ങനെ ഒരു സാധ്യതയെ ഇല്ല എന്ന രീതിയിലേക്ക് ഒരിക്കലും പോയിട്ടില്ലല്ലോ, ഇല്ലേ? അതുപോലെ തന്നെ ഈ വളർത്തുമൃഗങ്ങളുടെ കാര്യം ചോദിച്ചിരുന്നു. പക്ഷെ അവിടെ വളർത്തുമൃഗങ്ങൾ ഇല്ല എന്ന് സുനിൽകുമാർ പറയുന്നുമുണ്ടായിരുന്നു. തീർച്ചയായും അങ്ങനത്തെ സാധ്യതകളൊന്നും തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടുമില്ല. ഇനി ആ വീട്ടിൽ വളർത്തുമൃഗങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരു വിശാലമായ മേഖല ഒന്നടങ്കം ഇടിഞ്ഞു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റുള്ള ഇടങ്ങളിൽ നിന്നും ഒഴുകി വന്ന് ഇവിടെ തങ്ങാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും ഈ ഇത്തരം ദുരന്ത ഭൂമിയിൽ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അത്ഭുതകരമായ അതിജീവനമൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ ഇന്ത്യൻ കരസേന തന്നെ പലപ്പോഴും, ഇന്ത്യൻ പട്ടാളം പലപ്പോഴും വളരെ വിശ്വാസയോഗ്യമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ മാത്രം ഈ മെഷീനിൽ എററുകൾ വരും എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. മെഷീന് പൂർണ്ണമായും എറർ വരികയില്ല എന്ന് തന്നെയാണ് ആ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ബ്ലൂ സിഗ്നൽ കൃത്യമായി ലഭിച്ചു എന്ന് അദ്ദേഹം 2 വട്ടം പറയുന്നുണ്ട്. 2 തവണ
പരിശോധന നടത്തിയപ്പോഴും വരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹവും ഒരു മനസ്സോടെയാണ് ഇവിടെ നിന്നും മടങ്ങിയത് എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. മഞ്ജുഷ്, എന്തായാലും ഇപ്പോൾ ദൗത്യം തുടരാൻ പോവുകയാണ്. അതിൽ തൽക്കാലം നിർത്തിയിരിക്കുകയാണ് അല്ലേ? തുടങ്ങിയിട്ടില്ല അല്ലേ? തീർച്ചയായും ദൗത്യം പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടില്ല. അല്പസമയത്തിനകം എന്തായാലും മണ്ണിനടിയിൽ ഒരു ജീവനുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള അന്വേഷണം അത് രാത്രിയും തുടരും. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇതിപ്പോൾ എന്തായാലും ഈ ദൗത്യം തുടരാൻ തീരുമാനിച്ചത് നന്നായി, അല്ലെങ്കിൽ അത് ഈ രാവിലെ വരെ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ഉറപ്പുവരുത്തണം. കാരണം ഇതിപ്പം തവളയാണോ മനുഷ്യനാണോ നായാണോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളത് ഉറപ്പുവരുത്തണം. കാരണം നമുക്കൊരു ഈ ദുരന്ത ഭൂമിയിൽ അല്ലെങ്കിൽ ഇതുപോലെ ഡിസാസ്റ്ററൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് റെസ്ക്യൂവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യൽ പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു അബദ്ധം അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്തയിൽ വരുന്ന മാറ്റം കൊണ്ടായിരിക്കും ഒരു ജീവൻ നഷ്ടമാവുകയാണെങ്കിൽ പിന്നെ അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ നാളെ നദിയിലോ ഏതെങ്കിലും ഭാഗത്ത് കാണുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഗന്ധം ഇപ്പം ജീവനോടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ശ്വാസം കിട്ടുന്നത്. ജീവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ അത് ഗന്ധമൊക്കെ വന്ന് പ്രശ്നമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ സുദീർഘമായ സേവനമാണ് അവിടെ നടന്നു പോകുന്നത്. പക്ഷേ അതിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടണം, അത് ചെയ്യണം. അത് നമ്മളെന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ജീവനാണോ അതെന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇതിനകത്ത് അവിടെ ഈ മൃഗങ്ങളൊന്നും ആകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ഒരുപാട് ആനകൾ, നായ്ക്കൾ, ഇതുപോലെ ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മൃഗങ്ങളാകാനുള്ള സാധ്യത കുറവാണ്. മൃഗങ്ങളെ ഡെഡ് ബോഡിയൊന്നും വലുതായിട്ട് കിട്ടിയിട്ടുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജീവനുള്ളതാണ്. ഏത് തരത്തിലുള്ളതായാലും അത് പരിശോധിക്കപ്പെട്ട് തന്നെ പോകണം. കാരണം നമ്മൾ എന്ത് വലിയ ആക്സിഡന്റ് ആയാലും ചെറിയ ആക്സിഡന്റ് ആയാലും ഒരാളുടെ ജീവൻ ഉണ്ടാകുന്ന പറഞ്ഞാൽ ശരിയാണ്. അതിനൊരു സിഗ്നൽ കിട്ടിയെന്ന് പറയുമ്പോൾ ആധുനിക ഉപകരണങ്ങൾ എടുക്കാനും കൊടുക്കാനും നമുക്കൊരു അവകാശമില്ല. ഇതുവരെ തെരച്ചിൽ കൊണ്ടുവന്ന് എത്തിച്ചത് വേണ്ട എന്ന് വെച്ച് മടങ്ങുന്നത് ശരിയായ കാര്യമല്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. ശരി, അതിലൊരു തിരുത്തൽ വരുത്തിയിട്ടുമുണ്ട്. അങ്ങനെ രാത്രിയും ഈ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് തെരച്ചിൽ തുടരുവാൻ തന്നെയാണ് തീരുമാനം. അതിനുവേണ്ടി ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ യന്ത്ര സംവിധാനങ്ങൾ തിരികെ കൊണ്ടുപോകുവാൻ തുടങ്ങിയ യന്ത്ര സാമഗ്രികൾ ഇപ്പോൾ അവിടെ തന്നെ അതേ സ്പോട്ടിൽ തന്നെ എത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു തത്സമയം ചേരുകയാണ്. ശ്രീ ബാബു, എന്താണ് താങ്കൾക്ക് പറയുവാനുള്ളത്? ആ ഭാഗത്ത് നിന്ന് താങ്കൾ അവിടെ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു പോസിറ്റീവായ ഒരു കാര്യം കൂടിയാണല്ലോ. ഇത്രയും നാൾ നമ്മൾ സങ്കടകരമായ കാര്യങ്ങൾ മാത്രമേ അവിടെ നിന്ന് കേട്ടിട്ടുള്ളൂ. മൃതദേഹങ്ങൾ തുടർച്ചയായിട്ട് കണ്ടെടുക്കുന്നു, ഒരുപാട് വിഷമിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ ജീവന്റെ തുടിപ്പ് മണ്ണിനടിയിലുണ്ട് എന്ന് ഈ ഒരു ഇന്ന് ഈ 4ാമത്തെ ദിവസം, ദുരന്തത്തിന്റെ 4ാമത്തെ ദിവസം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരു ജീവൻ കണ്ടെടുക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ലേ? തീർച്ചയായും. നമ്മള് 29-ാം തീയതി നമ്മളെ അവിടെ പ്രളയത്തിന് തൊട്ട് മുൻപ് ആ പ്രദേശങ്ങളിൽ ഞങ്ങൾ അവിടെ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ തഹസിൽദാരും ഫയർഫോഴ്സും അടക്കം പോയി അവിടുന്ന് മഴ കനത്ത സാഹചര്യത്തിൽ മാറണമെന്നാണ് പറയുകയുണ്ടായി. അന്ന് രാത്രി തന്നെ 2 മണിയോടുകൂടി അവിടുത്തെ കുറേ ചെറുപ്പക്കാർ കൂടി ങ്ങളിൽ ഒട്ടേറെ പേരെ രാത്രി തന്നെ ഒരു സ്ഥലത്തേക്ക് മദ്രസകളിൽ മാറ്റുകയുണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും മരണസംഖ്യ കുറയാൻ കാരണം. അല്ലെങ്കിൽ നമുക്കിതിലും ഭീകരമായിരിക്കും മരണസംഖ്യ എന്നുള്ളത്. ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു ജീവന്റെ തുടിപ്പ് ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് എന്ന് പറയുമ്പോൾ ഏറെ പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട്. നമുക്കറിയാം, നമ്മൾ വളരെ കുറഞ്ഞ ആൾക്കാരെയാണ് നമ്മൾ ബിൽഡിങ്ങിൻ്റെ മരത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ ഇപ്പോൾ 3 മീറ്റർ അടിയിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ടെന്ന് പറയുമ്പോൾ വളരെ പ്രതീക്ഷയുണ്ട്. അത് എന്തുതന്നെയാണെങ്കിലും ജീവനോടെ തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളെല്ലാം കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇവിടെ പരിശോധനയ്ക്ക് വേണ്ടി താങ്കൾ പോയതാണല്ലോ. ഈ സ്ഥലങ്ങളിലൊക്കെ പലതവണ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് പരിശോധന നടത്തിയതാണല്ലോ അല്ലേ? അവിടെ നിന്ന് പിറ്റേ ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ദുരന്തത്തിന്റെ. അതേ ദിവസം തന്നെ അതേ ദിവസം തന്നെ ഒരു കുട്ടിയെ ജീവനോട് പുറത്തെത്തിക്കാൻ കഴിഞ്ഞിരുന്നു. അതേ സ്ഥലം തന്നെയാണല്ലോ ഇത്. ഇപ്പോൾ ഈ ശ്വസന സിഗ്നൽ കിട്ടിയിരിക്കുന്ന ഈ സ്ഥലം സുനിൽകുമാറിന്റെ വീടിന് സമീപം, സുനിൽകുമാറിന്റെ അമ്മയും മറ്റു കുടുംബാംഗങ്ങളും താമസിച്ചിരുന്ന ആ സ്ഥലം ഇല്ലേ? താങ്കൾക്ക് പരിചിതമാണല്ലോ അല്ലേ? അതെ. പ്രളയം നടന്ന അന്നിന്റെ പിറ്റേ ദിവസം
ഞങ്ങൾ പ്രളയം നടക്കുമ്പോൾ ഞങ്ങൾ എം എൽ എ അടക്കം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളടക്കം അവിടെ പ്രളയം നടക്കുന്ന നിമിഷം നേരം കൊണ്ട് അവിടെ എത്തുകയുണ്ടായി. ഒരു കാരണവശാലും ഞങ്ങൾക്ക് മുണ്ടക്കൈ എന്ന പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. രാവിലെ 6 മണി മുതൽ ഒരുപാട് പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനും അതുപോലെ തന്നെ 1-2 സന്നദ്ധ പ്രവർത്തകരും കൂടി അങ്ങോട്ട് കയറി ചെല്ലാൻ സാധിച്ചത്. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ്. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഒരു കുട്ടി ജീവനോടെ കഴുത്തിനൊപ്പം ചളി മൂടിക്കിടക്കുന്ന വിധത്തിൽ കണ്ടെത്തിയും അവനെ രക്ഷിക്കാനും സാധിച്ചത്. അതിനുശേഷം തൊട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഒരുപാട് സ്ഥലത്ത് മരിച്ചു കിടക്കുന്നവരുടെയും അതുപോലെ തന്നെ അവശരായി കിടക്കുന്നവരുടെയൊക്കെ കാണുകയും അതോടൊപ്പം തന്നെ ഒരു വീടിനടിയിൽ ഒരു ജ്യേഷ്ഠനും അനുജനും ജ്യേഷ്ഠൻ മരണപ്പെടുകയും ജ്യേഷ്ഠനോട് ചേർന്ന് തന്നെ ജീവനോടുകൂടി അനുജൻ അവിടെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു കാരണവശാലും ഞങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് പുറത്തുനിന്ന് ഒരാൾക്ക് പോലും അങ്ങോട്ട് കയറി വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ചുറ്റുഭാഗം വളരെ ശക്തിയോടുകൂടി ഒഴുകുന്ന പുഴയാതെ കൊണ്ട് തന്നെ ഒരാൾക്കും കയറി വരാൻ സാധിക്കില്ല. അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്നും ആ ജീവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു അവിടെ 3-4 കെട്ടിടങ്ങൾ അടുത്തടുത്ത് തകർന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഈ സിഗ്നൽ കിട്ടിയ സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു വീടിന്റെ അടുക്കള, അത് സുൽകുമാറിന്റെ വീടിന്റെയാണ്. സുല്ലത് പറയുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവിന്റെ, അത് ഈ സുദേവന്റെ അല്ലേ, സുദേവന്റെ വീടിന്റെ ചുമര് കഴിഞ്ഞ ദിവസം ഏറെ നേരം ആ വീടിന്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ തിരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെയല്ലേ കൃത്യമായിട്ട് ഈ സ്പോട്ട്? അതെ അതെ അതെ. സുദേവനെ നമ്മള് ഈ കുട്ടീനെ രക്ഷിക്കുന്ന സമയത്ത് സുദേവന്റെ വീടിനകത്തുനിന്ന് ചെറിയൊരു ശബ്ദം കേട്ടതായി ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ പല പ്രാവശ്യം അതിൽ ഷീറ്റ് വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ കണക്കൂട്ടി അവിടെ ഏതെങ്കിലും ജീവന്റെ തുടിപ്പുണ്ടാവുന്നു. പക്ഷെ നമുക്ക് മിഷനറി പോലുള്ള സാധനങ്ങൾ എത്തിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അന്ന് അവിടെ തിരയാനോ കൂടുതൽ അന്വേഷണം നടത്താനോ സാധിക്കാതെ വന്നു. അന്ന് നമ്മൾ യാതൊരു വിധത്തിലുള്ള മിഷനറി അവിടെ ഇല്ലായിരുന്നു. പിന്നീട് അന്ന് വൈകുന്നേരത്തോടുകൂടി നമ്മളെ മിലിറ്ററി അവിടെ താൽക്കാലിക പാലം നിർമ്മിക്കുകയും ആ പാലത്തിലൂടെ കൂടുതൽ രക്ഷാപ്രവർത്തകർ വരികയും ചെയ്തതോടുകൂടിയാണ് അവിടെ അന്വേഷണം പുരോഗമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ പ്രതീക്ഷയുണ്ട് അപ്പോഴത്തെ ആ ഒരു അനക്കം ഇല്ലേ, അതിപ്പോൾ ഈ റഡാറിൽ കിട്ടിയിരിക്കുന്ന ഈ ശ്വാസം, ഇതുമായിട്ട് താങ്കൾ ഇപ്പോൾ അത് പ്രതീക്ഷയോടെ കാണുകയാണ് അല്ലേ? തീർച്ചയായും. അതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ തവണ സുദേവിന്റെ വീട്ടിലെ ആ രക്ഷാപ്രവർത്തനം ഏറെ നേരം ക്യാമറ പകർത്തിയതാണ്. വളരെ വേദനിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുണ്ടക്കൈയിലെ ഓരോ തെരച്ചിലും വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അതിനിടയിലാണ് 3 മണിയോടുകൂടി ഇങ്ങനെയൊരു സിഗ്നൽ കിട്ടിയത്. അതൊരു ജീവന്റെ തുടിപ്പിന്റെ സിഗ്നലായിരുന്നു മുണ്ടക്കൈയിൽ നിന്ന് കിട്ടിയത്. അതിന്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണം വീണ്ടും ഒരു റഡാർ പരിശോധനയിലേക്ക് പോവുകയും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടുകയും ചെയ്തു. അത് സൈന്യം കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന, അത് ടെററിസ്റ്റ് ഓപ്പറേഷനുകളിൽ വരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന സംവിധാനമാണ്. ശ്രീ മോഹനൻ പിള്ള ഇപ്പോൾ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ ഇതേ സംശയം തന്നെ അവർക്കും അന്നും ഉണ്ടായിരുന്നു ഈ രക്ഷാദൗത്യം തുടങ്ങിയ ദിവസങ്ങളിൽ. പക്ഷേ അന്ന് യന്ത്ര സൗകര്യങ്ങളില്ലായിരുന്നു. അത് ആരെയും കുറ്റം പറയുവാനും പറ്റുകയില്ല. കാരണം അന്ന് പാലം തകർന്നു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ബെയിലി പാലമൊക്കെ വന്നതോടുകൂടി കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ടുവന്നു. പിന്നെ കൂടുതൽ പരിശോധനകൾ നടത്തുവാനുള്ള സൗകര്യം കിട്ടി. അങ്ങനെ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഈ സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണല്ലോ. മഞ്ജുഷ, തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടത് ബ്രേക്ക് വന്നു എന്നുള്ളത് ഞാൻ അനുമാനിക്കുന്നത്, ഒന്ന് ലൈറ്റ്, ആ സമയത്ത് അവിടെ അഡിക്വേറ്റ് ലൈറ്റിംഗ് ഇല്ലായിരുന്നു. അവർ പിന്നീടാണ് ലൈറ്റ് എത്തും എന്നുള്ള ഒരു വിദഗ്ധമായിട്ടുള്ള ഒപ്പീനിയൻ അവർക്ക് കിട്ടിയത്. 2, ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഇതൊരു കൾവേർട്ടാണ്. യു ജസ്റ്റ് ചെയ്ത അത് അങ്ങനെ ഒരു സ്ട്രക്ചർ, ഒരു 10-20 മീറ്ററുള്ള ഒരു സ്ട്രക്ചർ അവർ 2 സൈഡിൽ നിന്ന് നോക്കി. അതിൻ്റെ സന്നദ്ധ പ്രവർത്തകർ നോക്കി. ആ സന്നദ്ധ പ്രവർത്തകർ വെളിയിൽ വന്നപ്പോൾ അവർ പറയുന്നത് ഇനി ഏതാണ്ട് ഒരു കുറച്ച് ഭാഗം മാത്രമേ മണ്ണ് മാറ്റാനുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ കലിംഗിന്റെ കാര്യം താങ്കൾ പറഞ്ഞപ്പോൾ കലിംഗിന്റെ ആ ഭാഗത്തല്ല ഈ ജീവന്റെ ഒരു തുടിപ്പ് സംശയിക്കുന്നത്. കലിംഗിന്റെ ആ ഭാഗത്തല്ല,
അവിടെ ഏതെങ്കിലും ശരീരം ഒഴുകി വന്നിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലുള്ള പരിശോധനയായിരുന്നു. ഇപ്പോഴും ഈ മൂന്നാമതും ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. വീണ്ടും സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന അത് ആ വീടിന്റെ അവിടെയാണ്, വീടിന്റെ ആ അടുക്കളയുടെ ഭാഗത്താണ് പരിശോധന. ആ പഴയ വീട് അവിടെ ആൾക്കാർ പറയുന്നത് അവിടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഡിറ്റക്ടിംഗ് ഡിവൈസ് അത് സിഗ്നൽ കാണിച്ചപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ആണല്ലോ. നമ്മൾ കൊണ്ടുവന്ന എന്താണോ സിഗ്നലിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിഗ്നൽ അത് പോസിറ്റീവായിട്ട് കിട്ടുമ്പോൾ അത് എക്സാക്റ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററിയാണ്. അത് ചെയ്തേ പറ്റുള്ളൂ. അത് കേരളമെന്നല്ല, മാക്സിമം ഇന്ത്യയും ലോകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു സംശയത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ അവിടെ സപ്പോസ് ഒരു ലൈഫ് ഉണ്ടെങ്കിൽ ടുമാറോ ദെൻ നമ്മൾ എന്തൊരു ആൻസർ ആയിരിക്കും പറയുക? കാര്യം നൈറ്റിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അഡിക്വേറ്റ് ഫ്ലഡ് ലൈറ്റും കാര്യങ്ങളുമായിട്ട് ആ സെർച്ച് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ സംശയം ദൂരീകരിക്കുക എന്നുള്ളത് വൺ ഓഫ് ദി ബേസിക് ഡ്യൂട്ടിയാണ് സൈന്യത്തിന്റെ. അതിനകത്ത് യാതൊരു സംശയവുമില്ല, അത് ചെയ്തിരിക്കുകയും കൂടി ചെയ്യണം. പിന്നെ ഇപ്പം ഇതിനകത്ത് നമ്മൾ ബേസിക്കലി പറയുന്നത് ലൈഫ് നമ്മൾ കണ്ടിട്ടുണ്ട് എർത്ത് കോയ്ക്കിൽ. ഞാൻ പല പ്രാവശ്യവും പറയാറുണ്ട്, ഈ ലാൻഡ് സ്ലൈഡിനേക്കാളും ഈ എർത്ത് കോയ്ക്ക് ആകുമ്പോഴും ഇതുപോലെയുള്ള, അതായത് എന്താ പറയുക, ഒരു എയർ പോക്കറ്റ് ഉണ്ടാവാം മണ്ണിനടിയിൽ തന്നെ. പക്ഷെ അതിനകത്തൂടെ നേരിയ രീതിയിൽ ഏതെങ്കിലും ഒരു എയർ സർക്കുലേഷൻ കിട്ടത്തക്ക രീതിയിൽ വെളിയിലേക്കൊരു ഔട്ടിംഗ് കാണാം. ഈ ഔട്ടിംഗ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെ ഏത് രീതിയിലെന്നറിയില്ല, നമുക്ക് ആ ഒരു എക്സാമ്പിൾസ് ഒരുപാട് സ്ഥലത്ത് നിന്നും 5-6 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ലൈഫ് സേവ് ചെയ്തിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ആ ഒരു ചാൻസ് കളയരുത്. ഫോർ എക്സാമ്പിൾ, അത് തന്നെയുമല്ല, അതിനെ ബലപ്പെടുത്തുന്നതായിട്ടുള്ള രീതിയിലാണ് മിസ്സിംഗ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇത് അത്രയധികം ആൾക്കാർ മിസ്സിംഗുമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തെരച്ചിൽ നടത്തണം. ഇവിടെ തന്നെ ഉണ്ട് എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ മെത്തേഡ് അതാണ്. ആ രീതിയിൽ അതിനൊരു ഭംഗവുമില്ലാതെ ഒരു വിഘ്നവുമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ എൻ്റെ മഞ്ജുഷ, ഞാൻ പറഞ്ഞു വന്നതിൽ ഒരു കാര്യമുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ എക്യുപ്മെന്റ്സിന്റെ കൂട്ടത്തിൽ ഉള്ള ഒരു സംഭവമാണ് ഈ റോബോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ റോബോട്ടിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ സ്ഥലത്തോട്ട് അത് ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഒരു പാമ്പിന്റെ മാതിരിയൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ. അതായത് തുരന്ന് കയറി ക്യാമറ സെൻസർ വെച്ചിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ക്രോളിംഗ് ചെയ്ത്, അതായത് നീങ്ങിപ്പോകുന്ന തരത്തിലുള്ള റോബോട്ടുകളാണ് ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷമുള്ള ഡെവലപ്മെന്റ്സ് ആണത്. അപ്പം അതിനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ബോംബെയിൽ നിന്നുള്ള പ്രൈവറ്റ് ഏജൻസിയാണ് ഇപ്പോഴത്തെ ഈ ഡിവൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് GPR എന്ന് പറയുന്നത്, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന് പറയുന്നത്. അപ്പം അത് കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ കയ്യിൽ ഇതിലുള്ള ഫർദർ എക്യുപ്മെന്റ്സും കാണും. അപ്പം അതിന്റെയൊക്കെ ഒരു ഉപയോഗം നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നോട്ട് നൗ, ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഇവിടം കൊണ്ട് തീർക്കാനുള്ളതല്ല. ഇതൊരു സെറ്റ് ആൻഡ് എക്സാമ്പിൾ ആണ്. നമ്മളൊരു മോഡലാവുകയാണ്. ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ പോലും ഇതെല്ലാം ഒരു എക്സാമ്പിൾസ് ആണ്. അപ്പം അതിലുള്ള ഓരോ ഇൻസിഡന്റ് കഴിയുമ്പോഴാണല്ലോ അതിന്റെ കുറ്റങ്ങളും കുറവുകളും കഴിഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ പാഠങ്ങൾ പഠിച്ച് അത് റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ മുന്നോട്ട് പോവുക. അപ്പം എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കേപ്പബിലിറ്റി നോക്കിയതിനു ശേഷം അത് ഡിമോളിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും അതിന്റെ വഴി എന്ന് പറയുന്നത്. അത് ഡിമോളിഷ് ചെയ്ത് അതിനകത്ത് സംശയം ദൂരീകരിക്കുക. ലെറ്റ് ഇറ്റ് ബി എ ഫ്രോഗ് ഓർ എ റാറ്റ് ഓർ എനിത്തിങ്, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ബട്ട് നമുക്ക് ഒരു എല്ലാവരുടെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ആ ഒരു സാഹചര്യം അത് തീർക്കുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഞാൻ പറയുന്നത്. GPR ഉപയോഗിച്ചില്ല, GPR എന്നാണല്ലോ അതിനെ, അല്ലേ? GPR എന്നാണല്ലോ അതിന്റെ വിളിക്കുന്നത്, അല്ലേ? അതിലെ ഷോർട്ട് ഫോം, അല്ലേ? ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ. ആ സംവിധാനം ഉപയോഗിച്ചുള്ള ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന മൂന്നാമതും ഇപ്പോൾ അവിടെ നടത്തുകയാണ്. ആദ്യത്തെ 2 പരിശോധനയിലും പോസിറ്റീവായിരുന്നു. ബ്ലൂ സിഗ്നലാണ് കിട്ടിയത്. ബ്ലൂ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ, ശ്വാസം അവിടെ എടുക്കുന്നുണ്ട്. ശ്വസനത്തിന്റെ സിഗ്നലാണ് കിട്ടുന്നത്, മൂവ്മെന്റിന്റെ അല്ല. ശ്വസനത്തിന്റെ സിഗ്നൽ കിട്ടി. അതൊരു ജീവിയാകാം, ശ്വസിക്കുന്ന ഒരു ജീവിയാകാം, പക്ഷെ അത് ഇഴജന്തുക്കളായിരിക്കില്ല എന്ന് ഓഫീസർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചുകൂടി ശക്തമായ
കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ജീവിയായിരിക്കും എന്നുള്ള കാര്യം. അത് ചിലപ്പോൾ ഒരു നായയായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ആ വീട്ടിലെ ഏതെങ്കിലും മറ്റു വളർത്തുമൃഗങ്ങളാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെതാണ് ആ വീട്. അദ്ദേഹം അവിടെ താമസമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ മറ്റു കുടുംബാംഗങ്ങളുമായിരുന്നു അവിടെ താമസമുണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ ആ സംഭവം അന്ന് പുലർച്ചെ നടന്നത് അറിഞ്ഞ് രാവിലെ അവിടെ എത്തിയപ്പോഴാണ് വീടുകൾ തകർന്നു കിടക്കുന്നത് അദ്ദേഹം കാണുന്നത്. അത് അദ്ദേഹം ദയനീയമായി തന്നെ വർണ്ണിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആരെങ്കിലും ഒരാൾ കൂടി ജീവനോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വലിയ പ്രതീക്ഷയും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ കാണുന്നത് അവിടെ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അവിടെ ജനറേറ്ററുകൾ എത്തിച്ചിരിക്കുകയാണ്. ഫ്ലഡ് ലൈറ്റ് സംവിധാനം അവിടെ കൊണ്ടുവരികയാണ്. ലൈറ്റ് വേണം അവിടെ ആവശ്യത്തിന്, എങ്കിലേ പരിശോധന നടത്തുവാൻ കഴിയുകയുള്ളൂ. ഇനി മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടി അങ്ങോട്ട് കൊണ്ടുവരണം. അത് തൽക്കാലം അവിടെ നിന്ന് മാറ്റിയിരുന്നു, അങ്ങോട്ട് കൊണ്ടുവരണം. തുടർന്ന് പരിശോധന നടത്തണം. അവിടെ ഈ റഡാർ സംവിധാനം പരിശോധിക്കുന്നതിനുള്ള GPR ഉപയോഗിക്കുന്നതിനുള്ള ശ്രമങ്ങളും അവിടെ നടത്തുന്നുണ്ട്. അവിടെ അതിനുള്ള ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. എന്തായാലും എന്താണോ വൈകിട്ട് കണ്ടത് ആ പരിശോധനകൾ ആവർത്തിക്കുകയാണ് ഇപ്പോഴും. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇതെല്ലാം പോസിറ്റീവായ കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നാണ്. പക്ഷേ ഇത് എത്രമാത്രം ചാൻസ് എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയുവാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ കല്ലിയൂർ എന്ന് പറയുന്ന പുന്നമൂടിനടുത്തുള്ള കല്ലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിണർ ഇടിഞ്ഞു വീണായിരുന്നു. അപ്പോൾ ഇടിഞ്ഞു വീഴുമ്പോൾ ആ കിണറിനകത്ത് ഇറങ്ങിയ ഒരാൾ കിണറിൻ്റെ ഏറ്റവും താഴെ അറ്റം വരെ പാറ അടുക്കിയിട്ടുണ്ടായിരുന്നു. മുകളിലോട്ടെല്ലാം പാറ അടുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ വീണ് കഴിഞ്ഞപ്പോൾ ഈ പാറകളെല്ലാം വന്ന് ക്രിസ് ക്രോസ് ആയിട്ട് നിന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി പുള്ളിക്ക് ശ്വാസം കിട്ടിയിരുന്നു. അങ്ങനെ ഒരു 4 ദിവസം കഴിഞ്ഞാണ് ഞാൻ ആ സംഭവം പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. 4 ദിവസം കഴിഞ്ഞാണ് ആ ജീവനെ പുറത്തെടുത്തപ്പോൾ തീർച്ചയായിട്ടും ജീവൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ കുറേ വർഷം ജീവിച്ചിരുന്നു. അപ്പോൾ ഒരു 5-6 ഈ പറഞ്ഞ പോലെ മോഹൻപിള്ള സാർ പറഞ്ഞ പോലെ കൃത്യമായൊരു ഓക്സിജൻ കിട്ടുമെങ്കിൽ, ഏതെങ്കിലും രൂപത്തിൽ ഓക്സിജൻ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ മറ്റ് ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും കുറച്ച് ദിവസം നമ്മൾ ജീവിച്ചിരിക്കുമല്ലോ. 5-6 ദിവസം നമുക്ക് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എന്ത് ജീവനായാലും നമ്മളത് പരിശോധിക്കണം. പ്രത്യേകിച്ച് അത് വീടുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ, കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഡെമോളിഷ് ചെയ്തിട്ടാണെങ്കിലും, കാരണം ഇനിയിപ്പോൾ വേറെ പുനർനിർമ്മിക്കണമല്ലോ കാര്യങ്ങൾ, ഡെമോളിഷ് ചെയ്തിട്ടാണെങ്കിലും അത് പരിശോധിക്കണം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ചെയ്തു. സൈന്യവും പട്ടാളവും പോലീസും സംവിധാനങ്ങളെല്ലാം ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ആ കൂട്ടത്തിൽ ഇതുകൂടി തീർച്ചയായിട്ടും ഫൈനലായി അവസാനത്തെ ആളിനെയും ഉറപ്പാക്കുക എന്നുള്ളതാണ്. കാരണം അതിനകത്ത് അങ്ങനെ ഒരു തിയറി തന്നെ ഉണ്ടല്ലോ, ലാസ്റ്റ് മാൻ ഓപ്പറേഷൻ എന്ന് പറയുന്നൊരു തിയറി തന്നെയുണ്ട്. ഈ യുദ്ധത്തിലും പരിപാടികളിലൊക്കെ ഒരു ലാസ്റ്റ് മാൻ ഓപ്പറേഷനുണ്ട്. അവസാനത്തെ ആളിനെയും രക്ഷിച്ച്, അത് ഏത് അർത്ഥത്തിലെടുത്താലും, അത് ജീവനോടുകളെ അല്ലാതെ അവസാനത്തെ ആളിനെയും കൂടി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴാണ് അത് ഫൈനാലിറ്റിയിൽ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സാധ്യതയുണ്ട്. ഇപ്പം 2 പ്രാവശ്യം ഇങ്ങനെ സിഗ്നൽ കിട്ടിയിരിക്കുന്നു. തീർച്ചയായും അത് എന്ത് വില കൊടുത്തും പരിശോധിക്കണം. നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ റഡാർ പരിശോധന അതിനിർണായകമാണ്. അതിന്റെ ഫലം അല്പസമയത്തിനകം കിട്ടും. ഇത് കഴിഞ്ഞ തവണയും ഈ 2ാമത്തെ റഡാർ പരിശോധന നടത്തിയപ്പോഴും ഒരു 1 മണിക്കൂർ സമയം. അല്ല, അതിനകത്ത് മഞ്ജുഷി വേറെ പ്രശ്നം കൂടെ ഉണ്ട്. 3ാമത്തെ റഡാറിൽ സിഗ്നൽ കിട്ടിയില്ലെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും സംഭവിച്ചൊന്നുമില്ല. ആരായാലും അതേ മീൻസ് എന്തായാലും അത് കണ്ടുപിടിക്കണ്ടേ. ജീവനോടായാലും അല്ലാതെയാലും പുറത്തണം. അതുകൊണ്ട് റഡാർ സിസ്റ്റം അവിടെ നിൽക്കട്ടെ. 2 പ്രാവശ്യം കിട്ടിയത് കൊണ്ട് തന്നെ ഇത് നോക്കണം എന്താണെന്ന്. അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പരിശോധന നടത്തുന്ന ഓഫീസർമാർ പറയുന്നുണ്ടായിരുന്നു ആ കെട്ടിടം തകർക്കുകയാണ്, ബാക്കി കുറച്ച് സ്ട്രക്ചർ കൂടി ബാക്കിയുണ്ടല്ലോ, അത് ഡെമോളിഷ് ചെയ്തിട്ടാണെങ്കിലും അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ജീവനോർ ബോഡി അങ്ങനെയൊന്നും വിഷയമില്ല. അത് എന്താണ് സംഭവം എന്ന് പൊളിച്ചിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യണം. അല്ലെ പിന്നെ അതൊരു വലിയൊരു തീരെ കളങ്കമായിട്ട് നിൽക്കത്തില്ലേ. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അത് തീർച്ചയായിട്ടും അത് ചെയ്യണം. അത് ഇനിയിപ്പോൾ ജീവനുണ്ടോ എന്ന് പരിശോധിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഡെമോളിഷ് ചെയ്തിട്ട് എന്താണ് അവിടെ ഉള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണ് അവിടെ ഉള്ളതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കേണ്ടത്. ശരി, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു അദ്ദേഹം തുടരുന്നുണ്ട്. ശ്രീ ബാബു, അല്ല മഞ്ജുഷ് സാറേ, ഒരു കാര്യം അദ്ദേഹത്തിനോട് ചോദിച്ചോണേ. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി പഞ്ചായത്തുകളിലൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഫ്ലഡ് വന്നപ്പോൾ ഇവരുടെ പഞ്ചായത്തിലുണ്ടോ, ആരാണ് അതിൻ്റെ ഒരു ചെയർമാൻ എന്നും കൂടെ ഒന്ന് ചോദിച്ചാൽ. അതെ, ഈ എല്ലായിടത്തും ഇത് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രളയം വന്നപ്പോൾ ശ്രീ ബാബു, ഇവിടെ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ കൂടിയാണ്. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി, അത് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നോ എന്ന്. വർക്കിംഗ് ഗ്രൂപ്പും അതിനൊരു കമ്മിറ്റിയും നിലവിൽ അത്തരമൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയായിരുന്നു. അത് കൂടിയിരുന്നോ സാർ? ഇടയ്ക്ക് അതൊന്ന് കൂടിയിരുന്നു. ഈ സമയങ്ങളിലൊന്ന് കൂടാൻ പറ്റിയിരുന്നോ ഈ മഴയൊക്കെ വന്നപ്പോൾ? രൂപീകരിച്ചിട്ടുണ്ട്. അതെ, കൂടിയിരുന്നു, തീർച്ചയായും കൂടിയിരുന്നു. കൂടിയതിനു ശേഷമാണ് നമ്മൾ തുടർച്ചയായ മഴയത്ത് പല ഭാഗങ്ങളിലും ഞങ്ങൾ എത്തിപ്പെടുകയും അവിടുന്ന് പലരും മാറ്റി പറക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ പിന്നെ ഈ അപകടം നടക്കുന്നതിൻ്റെ തലേ ദിവസം 29-ാം തീയതി നമ്മൾ രാവിലെ ആ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് കൊടുത്തത്.
ഇപ്പോൾ ഉണ്ടല്ലോ ശ്രീ ബാബു, ഇവിടെ ഇപ്പോൾ ഈ പരിശോധന നടത്തുന്ന കെട്ടിടമില്ലേ, 2 കെട്ടിടങ്ങൾക്ക് ഇടയിലായിട്ട്, ഇതല്ലാതെ മറ്റ് കെട്ടിടങ്ങൾക്ക് സമീപവും ഇങ്ങനെയുള്ള ആളുകൾ മണ്ണിനടിയിൽ ഉണ്ടാവാം എന്നുള്ള ഒരു സംശയം ഉണ്ടോ? അങ്ങനെ ഈ ആദ്യ ദിവസങ്ങളിൽ താങ്കൾ തന്നെ പറഞ്ഞു ബുദ്ധിമുട്ടായിരുന്നു പരിശോധനയെന്ന്. ഇപ്പോൾ ഇനിയും വരും ദിവസങ്ങളിലും ഈ തെരച്ചിൽ തുടരണം എന്നുള്ള അഭിപ്രായം തന്നെയാണോ താങ്കൾക്കുള്ളത്? നേരത്തെ സൈന്യം അറിയിച്ചതാണ് ഇനി ഒരു ജീവന്റെ തുടിപ്പ് കണ്ടെത്തുവാൻ ഉണ്ടാവില്ല, ബാക്കി ബോഡികൾക്ക് വേണ്ടിയുള്ള, മൃതശരീരങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരാം എന്നുള്ളതായിരുന്നു സൈന്യത്തിന്റെ ഒരു വിലയിരുത്തൽ. നമ്മളെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 278 പേരാണ് മിസ്സിംഗ് ആയി കിടക്കുന്നത്. അതിൽ പലരും പലയിടത്തായി കുടുങ്ങി കിടക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ കുറച്ച് വിശ്വാസം. അത് ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ മണ്ണും ബിൽഡിങ്ങുകളും അറിഞ്ഞ് അങ്ങനെ ഒരുപാട് ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സുദേവനോട് തൊട്ട വീട്ടിൽ നിന്ന് നമ്മളെ ഒരു കുട്ടീനെ രക്ഷിച്ച വീട്ടിൽ തന്നെ അതിൻ്റെ അടിയിലെ ഫ്ലോർ നിരപ്പിൽ 3 പേര് മരണപ്പെട്ടതായിട്ട് ആ വീട്ടുകാർ പറയുന്നു. അവരൊന്നും തിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിനോട് തൊട്ടപ്പുറം തന്നെ പള്ളിയിൽ ചേർന്നൊരു ബിൽഡിങ്ങിൽ അവിടെ വാടകയ്ക്ക് താമസിച്ച ഒരു കുടുംബം, അവരെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചു. അതുപോലെ മറ്റ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലും അത്തരത്തിൽ ഉണ്ടാകാം. ഞങ്ങൾ ആദ്യം ഒരു പാടിയുടെ ലയത്തിൻ്റെ അവിടെ മാന്തിയപ്പോൾ 6 മൃതശരീരമാണ് അവിടെ നിന്ന് കിട്ടിയത്, 2 കുട്ടികളും 4 സ്ത്രീകളും. അതുപോലെ തന്നെയാണ് പാടീൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഞങ്ങൾ പൊളിച്ചു നീക്കിയപ്പോൾ ഈ ഇത്തരം മരണപ്പെട്ടവരുടെ ജനങ്ങൾ കിട്ടിയത്. പക്ഷെ അത് ഈ അപകടം നടത്തുന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു അല്ലേ? അതെ, അവിടെ നടന്നതിൻ്റെ അന്ന് രാവിലെയായിരുന്നു ഈ ഒരു ഞങ്ങൾ കുറച്ച് പേര് വെച്ചിട്ട് ഒരു രക്ഷാപ്രവർത്തനം നടത്തിയാണ്. അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ നമുക്ക് വളരെ സാഹസ്യമായിട്ടാണ് കുറച്ച് പേർക്ക് അങ്ങോട്ട് കയറാൻ കഴിഞ്ഞത്. പുറത്തുനിന്ന് ഒരാൾക്ക് പോലും അങ്ങോട്ട് കയറാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവർ വെച്ചിട്ടാണ് ആ രക്ഷാപ്രവർത്തനം നടത്തുകയും ഇത്തരം ആൾക്കാരെ രക്ഷിക്കാനും സാധിച്ചതും ഇത്തരം ഈ ബോഡികൾ കണ്ടെത്താനും സാധിച്ചത്. 287 പേരുടെ കാര്യം ഇനി എങ്ങനെയാണ്? 287 ആളുകൾ ഇപ്പോഴും മിസ്സിംഗ് ആണെന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഇനിയിപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് എടുക്കുന്നത്? നമുക്കൊരു ഇതിലെത്തണ്ടേ, നമുക്കൊരു ഫൈനാലിറ്റിയിൽ എത്തണ്ടേ? ജീവൻ ഓർ ബോഡി ഏതെങ്കിലും ഒരു ഫൈനാലിറ്റിയിൽ എത്തണ്ടേ പ്രസിഡന്റ്? അപ്പോൾ 287 പേരെ കാണാനില്ല മീൻസ് അതെങ്ങനെ നമ്മൾ 287 പേരെ കാണാനില്ലെന്നാണല്ലോ. അതിൽ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന 278 പേര്. അതിൽ നമ്മളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയവരെയും അതുപോലെ തന്നെ മരണപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുന്നവരെ കണക്കെടുത്ത് നോക്കുമ്പോഴാണ് ഈ സംഖ്യ നമ്മൾ കാണുന്നത്. അതിപ്പോൾ എങ്ങനെ നമ്മൾ അതൊന്ന് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് പോകണ്ടേ? അവർക്ക് എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടെത്തണ്ടേ? അതെ, കണ്ടെത്തണം. അതൊരു പ്രോസസ് ഉണ്ട്. സംശയം കൂടുതൽ മൃതശരീരങ്ങളിൽ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ. അതെ, ഇപ്പൊ കൂടുതൽ സൗകര്യമായി. ഇപ്പൊ നമുക്ക് JCB ഇറ്റാച്ചി പോലുള്ള മെഷീനറി അവിടെ എത്തിയതോടുകൂടി ഒന്നും കൂടി നമുക്ക് നല്ല രീതിയിൽ അവിടെ തെരച്ചിൽ തുടരാൻ കഴിയും. അതെ, 3 വാർഡിലല്ലേ സംഭവിച്ചത്? 10, 11, 12 സംഭവിച്ചിരിക്കുന്നത്. അതെ, 10ാം വാർഡിൽ നമ്മൾ മുണ്ടക്കൈയിൽ നിന്ന് ഉത്ഭവിച്ച് അത് 12ാം വാർഡിൻ്റെ ഒരു സൈഡിലൂടെ വന്ന് 10ാം വാർഡിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 3 വാർഡുകൾക്കാണ് ഈ നാശനഷ്ടം സംഭവിച്ചുള്ളത്. അതിൽ 10ാം 11ാം വാർഡ് പൂർണ്ണമായിട്ടും എന്ന് തന്നെ പറയാം തകരുകയാണ് ഉണ്ടായത്. മേപ്പാടി പഞ്ചായത്തല്ലേ, ഞാനവിടെ വന്നിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലാണ് ഈ അപകടമുണ്ടായത്. ഇപ്പോഴത്തെ അപ്ഡേറ്റ് അനുസരിച്ച് അവിടെ ഈ മുണ്ടക്കൈയിൽ ഈ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത്, റഡാർ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് തെരച്ചിൽ തുടരുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തെരച്ചിൽ തുടരും. മണ്ണിനടിയിൽ ജീവനുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. 3ാമത്തെ റഡാർ പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ തെരച്ചിൽ വീണ്ടും തുടരും. അതിനുള്ള കാര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ തെരച്ചിൽ തുടരുക എന്നുള്ള നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു. ശ്രീ മോഹനപിള്ള സാർ, എന്തായാലും ഇതിപ്പോൾ എത്ര രാത്രിയായാലും തുടരുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ഈ റഡാർ സിഗ്നലുകൾ തുടർച്ചയായിട്ട് പരിശോധിക്കേണ്ടി വരുമോ? ഇപ്പോൾ ആദ്യം ഒരു തവണ പരിശോധന നടത്തി, അപ്പോൾ ഒന്നും കണ്ടെത്താത്തത് കൊണ്ട് വീണ്ടും ഒരു പരിശോധന അതേ സ്പോട്ടിൽ കിട്ടുന്നു. ഇപ്പോൾ 3ാമത്തെ പരിശോധന നടത്തുന്നു. അത് ഈ ഒരു GPR സംവിധാനം ഇങ്ങനെ തന്നെയാണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാറ് സാധാരണ സൈന്യത്തിന്റെ ഓപ്പറേഷനുകളിൽ?
മഞ്ജുഷ, ആദ്യം സിഗ്നൽ കിട്ടുമ്പോൾ തന്നെ നമ്മൾ അതിന് ആക്ട് ചെയ്യും. പിന്നെ ഓവർ ഇൻഷുർ ചെയ്യുവാനായിട്ടാണ് ഒന്നുകൂടി എടുക്കുന്നത്. അപ്പം അതും എടുത്തതിന് ശേഷം വീണ്ടും ലൊക്കേഷനിൽ ആദ്യം ഒരു ബ്രോഡ് ഏരിയ ആയിരിക്കുമല്ലോ സിഗ്നൽ കിട്ടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഒന്നുകൂടി ദാറ്റ് മാക്രോ ഏരിയയിൽ നിന്ന് മൈക്രോ ഏരിയയിലോട്ടാകും, കുറച്ചുകൂടി ലിമിറ്റ് ചെയ്യും, മേ ബി 50 മീറ്റർ ഓർസോ. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ ടാർഗറ്റ്, അതായത് കൂടുതൽ ക്ലോസ് ആയിട്ട് വീണ്ടും എടുക്കുന്നത്. വീണ്ടും സംശയം തോന്നുമ്പോഴാണ് വീണ്ടും എടുക്കുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ബാറ്ററി എന്തോ വീക്കാവോ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഒരു ന്യൂസ് വന്നത്. ഐ മേ ബി റോങ്. പക്ഷേ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഒരു സിഗ്നൽ കിട്ടിയാലും നമ്മൾ അത് ഡെബ്രി റിമൂവ് ചെയ്യുക ഇമ്മീഡിയറ്റ് ആയിട്ട്. അത് അല്ല എങ്കിൽ പോലും ജനറലി സൈന്യം ചെയ്യുന്നതും അഫക്റ്റഡ് ഏരിയയിൽ അഡിക്വേറ്റ് ലൈറ്റിംഗ് സിസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റാണ് ഈ ഓപ്പറേഷൻ 4-5 ഡേയ്സ് ചെയ്യേണ്ടത്. കാര്യം 0.01% എങ്കിലും ലൈഫിനൊരു സർവൈവൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ അത് പാനലിസ്റ്റ് പറഞ്ഞതുമാതിരി ഇതിനൊരു കൺക്ലൂഷൻ വേണമല്ലോ. എന്തെങ്കിലും എത്ര പേരുണ്ട്, എങ്ങനെയാണ്. അപ്പം ബോഡി പോയി എങ്കിൽ കുറച്ചൊക്കെ ഒരു വേരിയേഷൻ, ഇതൊരു ഒരു ജൈജാന്റിക് വേരിയേഷൻ പറ്റില്ലല്ലോ. ഒരു 8-10 പേരുടെ വേരിയേഷൻ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ബാക്കിയുള്ളത് ഈ ഡെബ്രിയിൽ തന്നെ കാണണം. ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാ ഗ്രൗണ്ടും ടോട്ടലി ക്ലിയർ ചെയ്തിട്ട് ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കാത്ത രീതിയിൽ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യണം. അത് ഡേ ആൻഡ് നൈറ്റ് ചെയ്യണം. അതിന് അഡിക്വേറ്റ് ലൈറ്റ് ചെയ്തിട്ട് ലൈറ്റിംഗ് വെച്ചിട്ട് തന്നെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണ് ആ കാര്യങ്ങൾ രക്ഷാപ്രവർത്തനം പോകേണ്ടത്. അത് ഷിഫ്റ്റ് വൈസിലായിരിക്കും, ചെയ്യുന്നവരായിരിക്കില്ല. മോഹൻ സാറേ, ഈ GPR കൊണ്ട് ബാക്കി സ്ഥലങ്ങളിലും ഇതേ പ്രോസസ് ചെയ്യണ്ടേ? ഈ 287 പേരിൽ ഇനി ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ഒരു അത് ചെയ്തിരിക്കണം. ചാൻസ് വരാമല്ലോ, അങ്ങനെ ചാൻസ് ഉണ്ടല്ലോ. നമ്മൾ ഒരു കാരണവശാലും ചാൻസ് കൊടുക്കാൻ പാടില്ല. ചാൻസ് കംപ്ലീറ്റ് റൂൾ ഔട്ട് ചെയ്യണം. അപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് പറയും, നമ്മളൊക്കെ ഇവിടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് പറയുന്നു, അല്ലെങ്കിൽ പറയുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ഓൺ ഗ്രൗണ്ടിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് ഡെബ്രിയിലുള്ള ഉണ്ട്, ഇത്രയും ഉണ്ടാവാം, ഒരു 100 മോർ മേ ബി ഇൻ ദ ഡെബ്രി. അപ്പൊ അത് നമ്മൾ എന്ത് തന്നെയാണെങ്കിൽ ആ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യണം. ആ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ചെയ്യണമെങ്കിൽ പോലും ഗ്രൗണ്ട് നമ്മൾ ക്ലിയർ ചെയ്തേ പറ്റൂ. മറ്റൊരു തടസ്സം കൂടി ഉള്ളത്, ഇപ്പോൾ ഈ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ആ കെട്ടിടങ്ങൾ നോക്കുകയാണെങ്കിൽ ആ കെട്ടിടങ്ങൾ ഏത് സമയത്തും വീഴാവുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ താഴെ നിന്ന് മണ്ണ് മാറ്റുക എന്നുള്ളതും അതും റിസ്ക് ഉള്ള കാര്യമാണ്. ഉച്ച കഴിഞ്ഞ് അങ്ങനെ ഒരു കാര്യം കൂടി ആലോചിച്ചിരുന്നു. ഈ തുടർച്ചയായിട്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ട് ഈ മണ്ണ് മാറ്റുന്ന സമയത്ത് കെട്ടിടം വീഴുകയാണെങ്കിലുള്ള പ്രശ്നം വേറെ. അത് മാത്രമല്ല, കെട്ടിടം ജീവനുള്ള ആളുടെ ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് വീഴാനും പാടില്ല. അതുകൊണ്ടാണ് വേറെ റിസ്ക് ഉണ്ട് അതിനകത്ത്. മഞ്ജുഷ, അതിനാണ് മെറ്റൽ ഷീറ്റുകൾ, ശക്തിയുള്ള മെറ്റൽ, ഇപ്പൊ ബെയിലി പാലത്തിന് ബേസ് ഇട്ടില്ലേ, മെറ്റൽ ഷീറ്റുകൾ കയറ്റി ഇട്ടതിന് ശേഷമായിരിക്കും നമുക്ക് സംശയമുള്ള സൈഡിൽ മെറ്റൽ ഷീറ്റ് ഇട്ട ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായതിനു ശേഷമാണ് അത് സ്ട്രക്ചർ പുഷ് ചെയ്ത് ഡിമോളിഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സംശയമുള്ള ഭാഗം സേഫ് ആയിരിക്കും. ഒരു കാരണവശാലും അങ്ങനെ ഒരു വിഡ്ഢിത്തരം നമ്മൾ ചെയ്യില്ല. ഒരു കാരണവശാലും മെറ്റൽ ഷീറ്റ് മേളിലിട്ട് മാത്രമാണല്ലേ സാറപ്പോൾ ഉച്ച കഴിഞ്ഞ് നമുക്ക് കാണാനായത് സാധാരണ രീതിയിലുള്ള മണ്ണുമാറ്റൽ പ്രക്രിയ മാത്രമാണ്. ഇവരിതൊരു കൺഫർമേഷനിലേക്ക് പോകാത്തത് കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോയില്ല, ഇല്ലേ? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അത് തീർച്ചയായിട്ടും. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് അവരുടെ ഓൺ ഗ്രൗണ്ടിൽ എന്താണെന്നുള്ളതാണ് ഈ ഇൻസ്പെക്ഷൻ വന്നവർ, ഡിവൈസ് വന്നവർ കൊടുക്കുന്ന ഒപ്പീനിയൻ. അത് എത്രത്തോളം സ്ട്രോങ് ആണ്, അത് അവിടെ ഉണ്ട് എന്ന് 100% പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഒരു സൈന്യവും പുറകോട്ട് പോകില്ല. അവർ ഇത് ചെയ്യണം. പക്ഷേ അവർക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ലൈറ്റിംഗ് ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പുറകോട്ട് മാറിയത്. അതിനകത്ത് ബ്രേക്ക് എടുക്കുകയായിരിക്കും, ഒരു പക്ഷേ ബ്രേക്ക് ആയിരിക്കാം, ബട്ടവർ ലൈറ്റിംഗ് കിട്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യമായിരിക്കാം ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട്, സെയിം ഡിവൈസിലുള്ള പറയുന്നുണ്ട്, ഇറ്റ് ക്യാൻ ബി ആൻ ആനിമൽ ആസ് സച്ച്. അപ്പം അതും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം. പിന്നെ ചില ചാനലുകളിൽ ഞാൻ കണ്ടു, ഇവർ ഡിറ്റക്ട് ചെയ്ത ഹൗസ് പഴയ വീടാണെങ്കിൽ അതിനടുത്തുള്ള ഒരാള്, സർവൈവ് ചെയ്ത ഒരാൾ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് ഒരു പ്രയോജനവും ഇല്ല, നിങ്ങൾ നോക്കണമെങ്കിൽ മറ്റൊരു സ്ഥലം സ്പോട്ട് കാണിച്ചു കൊടുത്തിട്ട് അവിടെ നോക്കണമെന്ന് പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു മിസ്ഗൈഡൻസ് ഉണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും
കാരണവശാലും അതൊന്നും അല്ല. ഈ ഒരു ഡിസാസ്റ്റർ നടന്നപ്പോൾ ഒബ്ജക്ട്സ് ഒക്കെ ലെഫ്റ്റ് റൈറ്റ് മൂവ്മെന്റ് ഏത് സൈഡിൽ വേണമെങ്കിലും വരെ എവിടെ എപ്പോൾ എങ്ങനെ കാണണം എന്നുള്ള രീതിയിലല്ല വരുന്നത്, എക്സാക്ട് പിൻ പോയിന്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ റിലയബിൾ ആയിട്ട് വിശ്വസിക്കേണ്ടത് ഡിവൈസിനെയാണ്, ഡിവൈസിന്റെ സെൻസേഴ്സിനെയാണ്. സെൻസേഴ്സ് എവിടെ കാണിക്കുന്നു അവിടെ നമ്മൾ ആക്ട് ചെയ്യുക, ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് മൊത്തം ഗ്രൗണ്ടില്ല, സംശയമുള്ള കംപ്ലീറ്റ്. ഇപ്പൊ ഞാൻ പറയുന്നത് എത്ര വീടുകളുണ്ടോ അവിടെ വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്തും അല്ലാത്തടത്ത് ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് ഓരോ ഏരിയയും ക്ലിയർ ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാവണം. ഇറ്റ് ടേക്സ് ടൈം, സമയമെടുക്കും. പക്ഷേ ആദ്യം നമ്മൾ ഇത് വെക്കുമ്പോൾ സെൻസർ പോയിന്റ് ചെയ്യുന്നിടത്തായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതാണ് അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസർ പോയിന്റ് ചെയ്യുന്നിടത്ത് ഐഡന്റിഫൈ ചെയ്താൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ചെയ്യണം. അപ്പം ഈ എന്റെ ഇത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അഡിക്വേറ്റ് ലൈറ്റിംഗ് ഫസ്റ്റ് ഡേയിൽ തന്നെ കൊടുക്കുക. ഇപ്പൊ അവിടെ സംവിധാനത്തിനൊക്കെ എത്താൻ ഡിലേ ആയി എന്നുള്ളത് നമുക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ബെയിലി ബ്രിഡ്ജൊക്കെ വന്നത് പിന്നീടാണ്, അവിടെ എത്തിപ്പെടാൻ പ്രയാസമായിരുന്നു. പക്ഷേ എങ്ങനെയാണെങ്കിലും ഫ്ലഡ് ലൈറ്റും കാര്യങ്ങളും അവിടെ അത്ര ആൾക്കാർ അവിടെ ചെന്ന് JCB അവിടെ എത്തിയിടത്തോളം കാലം അവിടെ തീർച്ചയായിട്ടും ജനറേറ്റർ എത്തുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ജനറേറ്റർ എത്തി, തീർച്ചയായിട്ടും ആ ലൈറ്റിംഗ്, അത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്, അഡിക്വേറ്റ് ലൈറ്റിംഗ് കൊടുത്ത് ഇത് തന്നെയല്ല, ഇതൊരു എക്സാമ്പിൾ ആണ്, സെറ്റ് ആൻ എക്സാമ്പിൾ ഹൗ ടു ഡു ദിസ് റെസ്ക്യൂ ഓപ്പറേഷൻ. ശരിയാണ് ശ്രീ മോഹൻ സാർ. എന്തായാലും അവിടെ ജനറേറ്ററുകളും എത്തിച്ചു കഴിഞ്ഞു. അവിടെ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഓപ്പറേഷനിലേക്ക് കടക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ നമ്മോടൊപ്പം ലൈവായിട്ട് ചേരുന്ന റിട്ടയർഡ് മേജർ ജനറൽ ശ്രീ M. ഇന്ദ്രബാലനാണ്. ശ്രീ ഇന്ദ്രബാലൻ സാർ, താങ്കൾ വയനാട്ടിൽ എത്തിക്കഴിഞ്ഞുവല്ലോ. ഇപ്പോൾ ഈ ഐബോർഡ് സംവിധാനം കൂടി കൊണ്ടുവരികയാണല്ലോ ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ, ഈ തെരച്ചിലിന് വേണ്ടി. അതിനു മുൻപ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ ഈ മുണ്ടക്കൈയിൽ ഒരു സിഗ്നൽ കിട്ടിയിരിക്കുകയാണ് GPRൽ എന്നുള്ളതാണല്ലോ. അത് എത്രമാത്രം ആധികാരികമായിട്ട് താങ്കൾ അത് വിലയിരുത്തുന്നുണ്ട്? ഒരു ജീവന്റെ തുടിപ്പ് തന്നെയാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുമോ ഇല്ലയോ? ആ സിഗ്നൽ നമ്മുടെ അല്ല, ഇത് ആരുടെ GPR എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ എക്വിപ്മെന്റ് ഇതുവരെ ഡിപ്ലോയിഡ് ആയിട്ടില്ല. ഞാൻ ഇന്നലെ അവിടെ വന്നിട്ട് ഡീറ്റെയിൽ റെക്കി ചെയ്തിട്ട് അതിന്റെ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഏതോ പ്രൈവറ്റ് ഏജൻസി ആയിരിക്കും. ഐ ഹവ് നോട്ട് ബീൻ ടു വാച്ച് ദ ന്യൂസ് ബിക്കോസ് ഐ ബീൻ ട്രാവലിംഗ് എ ലോട്ട് on been working on how best we need to deploy. So അവിടെ ഒരു GPR ഉണ്ടെങ്കിൽ അവർക്ക് സിഗ്നൽ കിട്ടിയിട്ടെങ്കിൽ GPRൽ പറയാൻ പറ്റില്ല ജീവിതം ഉണ്ടോ ഇല്ലയോ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സേ. GPRൽ നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഫോറിൻ ഒബ്ജക്ട് താഴെ ഉണ്ട്, അവർക്ക് അതിന്റെ ഫോറിൻ ഒബ്ജക്ട് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് നെസറി അൽഗോരിതം ഉണ്ട്. അപ്പോഴേ അവർക്ക് പറയാൻ പറ്റുള്ളൂ സം ഫോറിൻ ഒബ്ജക്ട്. ഈ ഫോറിൻ ഒബ്ജക്ട് ദാറ്റ് ഇസ് നോൺ നാച്ചുറൽ ഒബ്ജക്ട്, അത് ബോഡിയാണോ, മെറ്റൽ ആണോ, പ്ലാസ്റ്റിക് ആണോ, ചെയർ ആണോ, സോഫ ആണോ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സേ. ഐ ഡോണ്ട് നോ ആരാ വന്നിരിക്കണം. ഐ എം വെരി ഹോപ്പ്ഫുൾ. whosoever has come, I'm sure he will have very good technology. അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് അവർക്ക് ഡയലക്ട്രിക് പ്രോബ്ലം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് അത് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ്സ് വണ്ടർഫുൾ. ലൈഫ് ഉണ്ടോ ഇല്ലയോ അറിയാനായിട്ട് വി ഹാവ് ടു ഓൺലി ഡു തെർമൽ ഇമേജിംഗ് ആൻഡ് ഓർ മേ ബി നമ്മൾ മൈക്രോ വേവ് റഡാർ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും മൂവ്മെന്റ് കണ്ടുപിടിച്ച്. നോർമൽ GPR ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഐ എം ഷുവർ ദി പീപ്പിൾ ഹു ഹാവ് ഡിപ്ലോയ്ഡ് അവർക്ക് ടെക്നോളജി. അവർ പറയുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ശ്രീ ഇന്ദ്രബാലൻ സാർ, ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ അനുസരിച്ച് ബ്ലൂ സിഗ്നലും റെഡ് സിഗ്നലുകളും കിട്ടും. ആ ബ്ലൂ സിഗ്നലുകൾ എന്ന് പറഞ്ഞാൽ അത് ബ്രീത്ത് സിഗ്നലാണ്, റെഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് സിഗ്നലാണ്. അതിൽ 2 തവണ അവർ ഇങ്ങനെ ഒരു പരിശോധന നടത്തി. അതിൽ 2 തവണയും ബ്ലൂ സിഗ്നൽ കിട്ടി, അതായത് ബ്രീത്തിങ് സിഗ്നൽ കിട്ടി. അത് ഏതെങ്കിലും ഇപ്പോൾ മനുഷ്യനാണോ എന്ന് സ്ഥിരീകരിക്കാനാവില്ല, ഏതെങ്കിലും ഒരു ജീവിയുടേതായിരിക്കും എന്നുള്ളതാണ്. കുടുങ്ങിക്കിടക്കുന്നത് ഏതെങ്കിലും ശ്വസിക്കുന്ന ഒരു ജീവി ആയിരിക്കുമെന്ന് ഇപ്പോൾ നിലവിൽ ബ്രീത്ത് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് നൈറ്റിലും ഈ ഒരു മിഷൻ തുടരുവാനായിട്ട് CMO നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവർ നിർത്തിയതാണ് ഈ മിഷൻ രാത്രി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, അപ്പൊ ഇത് ഇഫ് ദിസ് ഇൻഫർമേഷൻ നമ്മൾ കിട്ടുന്ന കറക്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് എക്സലന്റ്, ഇറ്റ് ഈസ് ഫാബുലസ്. അവർക്ക് ഞാൻ കോംപ്ലിമെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ ഫോർ ഹാവിംഗ് അച്ചീവ് ദിസ് ത്രൂ GPR. ആൻഡ് അങ്ങനത്തെ സിഗ്നൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഗിവൻ ഹയസ്റ്റ് പ്രയോറിറ്റി. ആ ഇക്വിപ്മെന്റ് ആണ് നമുക്ക് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം ഇപ്പോൾ നമ്മളെ പ്രയോറിറ്റി എന്താണ്? ടു ബി ഏബിൾ ടു ക്യാപ്ചർ പീപ്പിൾ ഹു ആർ അലൈവ്. ദാറ്റ് ഈസ് ദി ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ പ്ലീസ് മൈ അപ്പീൽ വുഡ് ഓൺലി ബി ഈ പെർട്ടിക്കുലർ എക്വിപ്മെന്റിനെ ഇഫ് വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് റൈറ്റ്, അവർക്ക് അങ്ങനെ സിഗ്നൽ കിട്ടുകയാണെങ്കിൽ
highest priority should be given to deploy this and try and save maximum people who are fighting for survival. അപ്പോൾ അത് ഈ നൈറ്റിലും ഈ മിഷൻ തുടരുക എന്നുള്ള തീരുമാനവും നല്ലതാണ് അല്ലേ? അതല്ലായിരുന്നെങ്കിൽ നേരത്തെ അത് വേണ്ട. 100%. കാരണം the person who is fighting for survival, every minute is important for him. അപ്പോൾ ഇവർ രാത്രി പോയിട്ട് if they are using the signal and capturing it, my hats off to them. Amazing work they are doing. Please provide all support. കാരണം നമുക്ക് ജീവിതം രക്ഷിക്കാനായിട്ട് we can go to any extent and we must do. And I'm sure അവിടെ ഇരിക്കുന്ന ആർമി, NDRF, whosoever is there, അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിട്ട് they are also doing equally commendable job. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ I would have joined them for sure, and this effort should be അതിനെ full പ്രോത്സാഹിക്കണം. We should all support it. സാർ ഇപ്പോൾ എവിടെയാണുള്ളത്? വയനാട്ടിൽ വന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എവിടെയാണ് ഇപ്പോൾ? അല്ല, വയനാട്ടിൽ വന്നിട്ട് ഞാൻ എന്റെ ഫുൾ റെക്കി ചെയ്തിട്ട് തിരിച്ച് ഡൽഹി വന്നിരിക്കാണ് ടു പിക്ക് അപ്പ് സം ടെക്നിക്കൽ സ്റ്റഫ്. I'll be back there today. നമ്മുടെ ടീം they were airlifted by the Indian Air Force aircraft, which is a great privilege. We think great honor given to us. And അത് ഇന്ന് വൈകുന്നേരം ലാൻഡ് ആയിട്ടുണ്ട്. They have gone to their respective place of stay. നാളെ രാവിലെ they will be on ground. And by the time അവർ റെഡി ആവുമ്പോഴേക്കും ഞാൻ അവിടെ എത്താൻ നോക്കുന്നു. താങ്കൾ ഐബോർഡ് സിസ്റ്റം കൊണ്ടുവരും അല്ലേ? അത് വെച്ചിട്ടുള്ള എക്സാമിനേഷൻ ആയിരിക്കും. എങ്ങനെയാണ്? യെസ്, ഐബോർഡ് സിഗ്നൽ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ഐബോർഡ് സിസ്റ്റം ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് ഫ്ലൈറ്റ് അവിടെ ഇന്ന് എത്തിയിട്ടുണ്ട്. That's what I'm saying. It's a big thing that the government has done to requisition Indian Air Force flight to ship this, transport the iBoard to Kerala. I think that's something wonderful, and we will try to do our best. ഐബോർഡ് മുണ്ടക്കയിലായിരിക്കില്ലേ? മുണ്ടക്കയിലേക്ക് കൊണ്ടുവരും. അവിടെ എത്തിച്ചിട്ടുണ്ടോ? മുണ്ടക്കയിൽ എത്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പോ അവിടെ കാലിക്കറ്റിന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രാത്രി അവര് ഏറ്റവും അടുത്ത് എത്താൻ ഒരു പ്ലാൻ ആണ്. രാത്രി ഇവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ നമ്മൾ ഡിപ്ലോയ്മെന്റ് തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നാളെ താങ്കൾ ഈ മിഷന്റെ ഭാഗമാവുകയാണ്? 100%. അതിന് തന്നെ അവിടെ വന്നിറക്കണതും വരാൻ പോകുന്നതും. എന്തായാലും താങ്കൾ വരുന്ന സമയത്ത് ഒരു നല്ല ഒരു വാർത്തയുമായിട്ട് തന്നെ അവിടെ ഈ മുണ്ടക്കൈയിൽ നിന്ന് ഇപ്പോൾ നടക്കുന്ന പരിശോധനാ സംഘം പുറത്തു വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം, ഇല്ലേ ശ്രീ ഇന്ദ്രബാലൻ? യെസ്, 100%. ഐ എം പ്രേയിങ് ടു ഗോഡ് അവരുടെ എക്വിപ്മെന്റ്, അവരുടെ സിഗ്നലും അവരുടെ റഡാർ എക്വിപ്മെന്റിനും ഫുൾ സപ്പോർട്ട് കിട്ടാനും സ്ട്രെങ്ത് കിട്ടാനും ആൻഡ് സക്സസ് ആവാനും എന്റെ ഫുൾ ബെസ്റ്റ് വിഷസ് ഉണ്ട്, പ്രേയേഴ്സ് ഉണ്ട്. ശരി, നന്ദി ശ്രീ ഇന്ദ്രബാലൻ. താങ്കൾ കുറച്ച് സമയം ഇരിക്കാമെന്ന് പറഞ്ഞു, ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തു. സോറി ഫോർ ദാറ്റ്. എന്തായാലും അവിടെ ഇപ്പോഴും ശ്വാസത്തുടിപ്പ് ആരുടേതാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയത്. അതിനുശേഷമാണ് അവിടെ മണ്ണ് നീക്കിയുള്ള പരിശോധന. ആ 2 വീടുകൾക്കിടയിൽ, ഒരു വീടിന്റെ അടുക്കളയ്ക്കും തൊട്ടടുത്തുള്ള വീടിന്റെ ചുമരിനും ഇടയ്ക്കുള്ള ഭാഗത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തിയത്. അതിന്റെ സമീപത്തുള്ള കലുങ്കിനടിയിലും പരിശോധന നടത്തിയിരുന്നു. ജീവന്റെ ഒരു തുടിപ്പുണ്ട് എന്ന് GPR പരിശോധനയിൽ കണ്ടെത്തിയതോടുകൂടിയാണ് ഇങ്ങനെ ഒരു പരിശോധന നടത്തുവാനുള്ള തീരുമാനം എടുത്തത്. അതൊന്നല്ല, 2 തവണ ഒരേ സ്ഥലത്ത് തന്നെ സിഗ്നൽ കിട്ടിയതുകൊണ്ട് ശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ട് അതിനുള്ളിൽ, മണ്ണിനടിയിൽ എന്നുള്ള വിവരം കിട്ടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരച്ചിൽ അത് 6:30 മണിയോടുകൂടി ഉപേക്ഷിച്ചുകൊണ്ട് പോകുവാൻ ഇരുന്നതാണ്. അത് ഒരു മനുഷ്യജീവനല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ ഇനിയും അങ്ങോട്ട് തെരച്ചിൽ വേണ്ട ഇന്ന് രാത്രി. അതിനുള്ള ലൈറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുവാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാലാവസ്ഥ പക്ഷേ ഇന്ന് ചതിച്ചിട്ടില്ല എന്നത് അനുഗ്രഹമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ മിഷൻ ഇന്ന് വേണ്ട എന്ന് തീരുമാനിച്ചവർ പോകാൻ തുടങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടിയത്. ഇപ്പോൾ ശ്രീ മോഹനൻപിള്ള തുടരുകയാണ്. ശ്രീ മോഹനൻപിള്ള, ശ്രീ ഇന്ദ്രബാലൻ പക്ഷേ ഈ ഒരു സംവിധാനത്തിലല്ല അദ്ദേഹത്തിൻ്റെ മിഷൻ ഉള്ളത്, അത് ഐബോർഡിലാണ്. പക്ഷേ അദ്ദേഹം ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഈ GPR അതൊരു ഈ തരത്തിലുള്ള ഈ ബോംബെ കമ്പനി കൊണ്ടുവന്നിരിക്കുന്ന GPR ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് എക്സലന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. താങ്കൾക്ക് ഈ ഒരു സംവിധാനം പരിചിതമായിരുന്നോ? അല്ല, ഇത് ലേറ്റസ്റ്റ് ആണ്. ബട്ട് ഓൺലി തിങ് ഞാനത് ആദ്യം തന്നെ പറഞ്ഞല്ലോ മഞ്ജുഷേ, അതായത് തെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ വേരിയേഷൻ വെച്ചുള്ള ഒരു സെൻസർ, അല്ല എന്നുണ്ടെങ്കിൽ അക്വസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ, ഇല്ലെങ്കിൽ സെസ്മിക്. അപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഇത് കോമ്പിനേഷൻ ഓഫ് ഓൾ 3 ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഐഡന്റിഫൈ ചെയ്യും. മേ ബി അതായിരിക്കാം കാര്യം. ഈ ടെമ്പറേച്ചർ വേരിയേഷനും അതുപോലെ തന്നെ സൗണ്ട് അല്ലെ വൈബ്രേഷൻ ഉള്ളതും കൂടി ഐഡന്റിഫൈ ചെയ്യുന്ന 2 സെൻസറും കൂടി ഉള്ളതാണെന്നുണ്ടെങ്കിൽ എക്സലന്റ്, അതായിരിക്കുമല്ലോ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ജനറൽ നമ്പ്യാർ സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇതാണ്, IBOD ആണ് ഈസ് മോർ വർക്ക്ഡ് വിത്ത് ദാറ്റ്. അപ്പം അത് കൂടുതൽ റിലയബിൾ ആണ്. ഇതെല്ലാം കൂടി ചേർന്നുള്ളതായതുകൊണ്ടാണ്
ഇങ്ങനെ പറയുന്നത്. ബട്ട് ഇപ്പോൾ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, പുതിയ പുതിയ ഡിവൈസ് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. അപ്പം അത് വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ മൾട്ടി സെൻസേഴ്സ് ആയിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഈ ബോംബെ പ്രൈവറ്റ് ഏജൻസി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ മൾട്ടി സെൻസേഴ്സിൽ ഇത് ഐഡന്റിഫൈ ചെയ്ത് കാണും. ഇല്ല എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അവരുടെ ഇങ്ങനെ പറയില്ലല്ലോ അത് ഇങ്ങനെയാണ് ഇതുകൊണ്ടാകാം എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറലി 2 പ്രാവശ്യം ഐഡന്റിഫൈ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, റാറ്റോ ക്യാറ്റോ അല്ലെങ്കിൽ ഡോഗോ മേ ബി നമ്മൾ വിചാരിക്കുന്ന, നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലിവിങ് ബോഡി അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് ആവാം. അപ്പം അത് നമുക്ക് അതിനകത്തോട്ട് കമന്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഏതൊക്കെ എക്സിസ്റ്റിംഗ് മെഷീനറി ആണെങ്കിലും വെച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇനിയുള്ള ഒരു ദിവസം കൂടി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗ്രൗണ്ട് ഇതുപോലെ സെൻസർ വെച്ച് ക്ലിയർ ചെയ്ത് ഓരോന്നും സ്പോട്ടും ഐഡന്റിഫൈ ചെയ്തിട്ട് ഡൗട്ടുള്ളതെല്ലാം ക്ലിയർ ചെയ്ത് പോകേണ്ടത്. എങ്കിലേ ജനറൽ പബ്ലിക്കിന് സൈന്യത്തിലുള്ള വിശ്വാസം കൂടുകയുള്ളൂ. അപ്പം മെഷീനറി എത്തിക്കുക എന്നുള്ളതാണ്. അതിപ്പം അധികം ആർക്കും അറിയില്ല, ഈ മെഷീനറി സൈന്യത്തിന്റെ അല്ല, ഇത് പ്രൈവറ്റ് ഔട്ട്സോഴ്സ് ആണ്. അപ്പം അവിടെ നിന്ന് പ്രൈവറ്റ് അവരാണത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് പല സ്ഥലങ്ങളിൽ അല്ലാതുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഓഷ്യനിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗോൾഡൻ ടൈം കിട്ടിയപ്പോൾ രണ്ടാമത് ഇന്ന് മഞ്ജുഷ് പറഞ്ഞ പോലെ വെതർ ഈസ് ഓൾസോ ക്ലിയർ. അത് കുഴപ്പമില്ലാത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും വെതർ നമുക്കെതിരായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വെതർ ക്ലിയർ ആണ്, ലൈറ്റിംഗ് ഇല്ല എന്നുള്ള ഒരൊറ്റ പോയിന്റ് വെച്ചിട്ട് നമുക്കത് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം കൂടി നോക്കണം, അഡിക്വേറ്റ് റെസ്റ്റ് ഫോർ ദ ട്രൂപ്സ്. അതായത് ഈ ജീവൻരക്ഷാ പ്രവർത്തകർ ആരെങ്കിലും, സൈന്യമാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, അവർക്ക് ഒന്നും സംഭവിക്കാതെ ഒരു ഷിഫ്റ്റ് ബേസിൽ അല്ലെങ്കിൽ രാവിലെ വർക്ക് ചെയ്തവർ ഗൈഡൻസിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർ ആയിരിക്കണം അതിൽ എൻഗേജ് ചെയ്യേണ്ടത്. അതുപോലെയുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടാകണം, ഡേ ആൻഡ് നൈറ്റ് എന്നുള്ള രീതിയിൽ. ഇല്ലാതെ ഏർലി മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ദേ ആർ ദ വൺ ഹു ഈസ് കണ്ടിന്യൂയിങ് ത്രൂ ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അത് അവരെ ഇത് ബേസിക്കലി അവരുടെ ഹെൽത്തിനെയും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം ആ എല്ലാ ആസ്പെക്റ്റിലും അത് കവർ ചെയ്ത് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. എനിക്ക് തോന്നുന്നത് ദർ ഇസ് എ റേ ഓഫ് ഹോപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണേണ്ടത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇനിയും ഗ്രൗണ്ട് ക്ലിയറൻസ് നാളെയും കിട്ടും ഇതുപോലെ സിഗ്നൽസ്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ പ്രയോറിറ്റി മഞ്ജുഷ്. അത് വെച്ചിട്ട് മാത്രമേ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് ആഫ്റ്റർ ഓൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഗെയിൻ ഐ ആം സേയിങ് സെറ്റ് ആൻ എക്സാമ്പിൾ. ഒരു റോൾ മോഡലായിട്ട് എങ്ങനെയാണ് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഒരു രാജ്യത്ത് നടക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇറ്റ് ക്യാൻ ഹാപ്പൻ എനിവെയർ. അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. വിമർശനങ്ങൾ ഒരു കാര്യവും വിമർശനത്തിന് അതീതമായിട്ടില്ലല്ലോ. എല്ലായിടത്തും വിമർശനം ഉണ്ടാവും. വിമർശനം പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ചിലതിനെയൊക്കെ തള്ളേണ്ടതിനെ തള്ളിയും ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊണ്ടും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് റെസ്ക്യൂ ഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം അവിടെ ഇപ്പോൾ ഇനി തീരുമാനിക്കേണ്ടത് നാളെ എന്നുള്ളത് ഇന്ന് തന്നെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ എത്തിച്ച് അത് വർക്കൗട്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഫസ്റ്റ് ലൈറ്റ് ഏർലി മോർണിംഗ് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് ശരിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജീവന്റെ ഓരോ തുടിപ്പും കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. റഡാറുകളിൽ പതിയുന്ന ചെറുചലനങ്ങൾ പോലും പ്രതീക്ഷ ഉണർത്തുന്നതാണ്. ഈ ഇരുട്ടിലും തകർന്ന കെട്ടിടത്തിനുള്ളിൽ ജീവനുകൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് രക്ഷാപ്രവർത്തകർ തേടുകയാണ്. ഇങ്ങനെയൊരു അവരുടെ ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും അദ്ദേഹം നേർന്നുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ MS അനീഷ് കുമാർ ചേരുകയാണ് തത്സമയം വിവരങ്ങളുമായി. അനീഷ്, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ദൗത്യം തുടങ്ങിയോ? തീർച്ചയായും ദൗത്യം ആരംഭിച്ചിരിക്കുന്നു. വീണ്ടും റഡാർ പരിശോധന നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 2 നില കെട്ടിടത്തിന്റെ അനീഷ് കേൾക്കാമോ? മഞ്ജുഷ് കേൾക്കാം. പറഞ്ഞോളൂ. ഇമേജിങ്ങിനുള്ള നടപടിക്രമങ്ങൾ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് ഒരു 2 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ, 1ാം നിലയിലാണ് ഒരു സംശയം പ്രകടമായത്. അവിടെ തന്നെ വീണ്ടും ഒരു പരിശോധന നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആ കെട്ടിടത്തിനുള്ളിലേക്ക് ഇതിനുള്ള ഉപകരണങ്ങൾ ഇട്ടിരിക്കുന്നു. അവിടെ നിന്നും കുറച്ച് മാറി ദൂരെ ആ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ ജനറേറ്റർ സൗകര്യങ്ങൾ അടക്കമുള്ളവ ഇവിടേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ജനറേറ്ററൊക്കെ ആ സ്ഥലത്ത് നിന്നും കുറച്ചുകൂടി മാറ്റി വെച്ചിരിക്കുന്നു. കാരണം ആ ശബ്ദ
ആ സിഗ്നലുകൾ അത് പിടിച്ചാൽ തെറ്റായ ഒരു സിഗ്നൽ ലഭിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒപ്പം മാധ്യമപ്രവർത്തകരെയും അവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം മൊബൈൽ ഫോണുകൾ പ്രവർത്തിക്കുന്നു, ലൈവ് വ്യൂ ബാഗുകളുണ്ട്, അങ്ങനെ നിരവധി സാങ്കേതിക ഉപകരണങ്ങൾ കൂടി ഉള്ള സാഹചര്യത്തിലാണ് ആ കെട്ടിട ഭാഗത്ത് വളരെ കുറച്ച് പ്രവർത്തകർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരും മാറിയിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ശരി അനീഷ്, നേരത്തെ വൈകിട്ടും അങ്ങനെ തന്നെയായിരുന്നു. ആ സിഗ്നൽ കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആളുകളെ പരമാവധി ഒഴിപ്പിക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഈ റഡാർ പരിശോധന നടത്തിയിരുന്നത്. മൂന്നാമത്തെ റഡാർ പരിശോധനയാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ ഫലം അല്പസമയത്തിനകം കിട്ടും. അപ്പോൾ എവിടെ നിന്നാണ് ആ ശ്വാസത്തിന്റെ സിഗ്നൽ കിട്ടുന്നത് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത കൈവരികയും ചെയ്യും. ആദ്യ 2 സിഗ്നലുകളും ഒരേ സ്പോട്ടിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് എന്നുള്ളതാണ് പ്രതീക്ഷ കൂട്ടുന്ന ഘടകം. എന്തായാലും ഈ വാർത്തയിൽ തന്നെ തുടരുകയാണ്.